ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 26/4/2024. പൊതുതെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂർ. ICC പുരുഷ T20 ലോകകപ്പ് 2024 ഇന്ത്യയിൽ നിന്നുള്ള ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് യുവരാജ് സിംഗ്. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവ് സുധീർ കാക്കർ. T20 ക്രിക്കറ്റിൽ ചേസിംഗ് അടിസ്ഥാനത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ടീം പഞ്ചാബ് കിങ്സ്. ൽ സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വൂക്കോമനോവിച്ച്. 2024 ഭൗമദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയ. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സജ്ജമാക്കിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കാട്. 2024 18ാം ലോക്സഭയിലെ 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്? 7 ഘട്ടങ്ങൾ. ഏപ്രിലിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ PG ജോർജ്. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്റർ തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം. ലോക പ്രതിരോധ കുത്തിവയ്പ് വാരമായി ആചരിക്കുന്നത് ഏപ്രിൽ 20 മുതൽ 30 വരെ. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയുടെ 4ാമത്തെ സെക്ഷൻ വേദി ഒട്ടാവ.
2024 കേരളത്തിലെ മികച്ച ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കുള്ള പുരസ്കാരം നേടിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി. Thanks for watching. Please like and subscribe.